ഞാൻ സ്തുതിയും ബഹുമാനവും പുകഴ്ചയും സ്തോത്രവും ഇത്തരണത്തിൽ അറിയിക്കുന്ന സഹോദരങ്ങളോടൊക്കെ ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇങ്ങനൊരു കൂട്ടായ്മയിൽ കടന്നു വരാനായിട്ട് കർത്താവ് എനിക്കൊരു സാഹചര്യം ഒരുക്കിയതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം കരേറ്റുന്നു. ഈ ഒരു കൂട്ടായ്മയിൽ കർത്താവിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രിവിലേജ് കർത്താവ് ഇന്ന് എനിക്ക് നൽകി തന്നു. അത് കർത്താവിന്റെ കൃപയാണ്. അതിന് മുഖാന്തരമായി തീർന്ന ദൈവദാസനെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. നമുക്ക് വ്യക്തിപരമായിട്ട് പരിചിതമല്ല. ദൈവദാസൻ സൂചിപ്പിച്ചതുപോലെ പ്രിയ ഡിനാൻഡി മാത്രമാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പരിചിതമായത്, ദൈവദാസനപ്പുറം. എന്തായാലും നമ്മൾ അറിയാവുന്നതുപോലെ നമ്മളെല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം പരിചിതരാണെങ്കിലും പരിചിതരല്ലെങ്കിലും അതൊക്കെ ഒരു പരിധിക്ക് അപ്പുറം പ്രാധാന്യമുള്ള കാര്യമല്ലല്ലോ. ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അല്പസമയം നമ്മൾ കർത്താവിന്റെ വചനം ഒന്ന് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് തുറക്കുകയും ദൈവവചനത്തെ വീണ്ടും ആഴത്തിൽ മനസ്സിലാക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തി പദത്തിൽ എത്തുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. ഇന്ന് ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അത് വളരെ ലളിതമാണ്, പക്ഷെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച ആ ഭാഗത്തോട് ചേർത്ത് തന്നെ ഒന്ന് ബന്ധപ്പെടുത്തി ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. കാര്യം ഒന്ന്, നമ്മൾ ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും എന്നതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവവചനത്തിലെ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കുന്ന സത്യങ്ങളൊക്കെയും കണക്റ്റഡ് ആണ്. ഒരു വല പോലെ അത് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ ആ പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് അതല്പം കൂടെ സഹായകരമായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന്, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഭാഗം അന്ന് പങ്കെടുത്തവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ധരിക്കുകയാണ്. അത് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ അല്പസമയം അന്ന് ധ്യാനിച്ചത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു: നാം ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. യേശുവിന്റെ രക്തമെന്ന വില കൊടുത്ത് ദൈവം നമ്മെ തനിക്ക് അവകാശമായി വീണ്ടെടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ദൈവം നമ്മെ പാപത്തിന്റെ കുഴിയിൽ നിന്ന് അതിന് മറുവില കൊടുത്ത് നമ്മളെ റെഡീം ചെയ്തു, വീണ്ടെടുത്തു. അതിന് മറുഭാഗത്ത് നമ്മൾ കണ്ടു, അങ്ങനെ വീണ്ടെടുത്ത് നമ്മെ ദൈവത്തിന്റെ അവകാശമാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ അവകാശമാണ്, ഗോഡ്സ് ഇൻഹെറിറ്റൻസ്. ദൈവത്തിന്റെ വകയാണ് നമ്മൾ. അത് നമ്മൾ ചിന്തിച്ച് ചില കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ ഈ ചിന്താഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ 1-2 കാര്യം അതിനോടൊന്ന് ചേർത്ത് ഒന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാം. അങ്ങനെ കർത്താവ് നമ്മളെ വീണ്ടെടുത്ത അനന്തരം നേരെ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നില്ല, മറിച്ച് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം തുടരുവാനാണ് കർത്താവ് ഇപ്പോൾ നമ്മളെ അനുവദിച്ചിരിക്കുന്നത്. അത് കർത്താവിന്റെ വരവ് വരെയോ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയോ ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും വ്യത്യസ്തമായ പാന്താവിലൂടെ യാത്ര ചെയ്യേണ്ടുന്നവരാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ദൈവത്തിന്റെ ആ പുത്രത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിന് ശേഷവും ഈ ഭൂമിയിൽ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നമ്മെക്കുറിച്ചുള്ള പദ്ധതികളുണ്ട്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് ചേർത്ത് ചിന്തിച്ചാൽ ദൈവം നമ്മിൽ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്.
അപ്പൊ രക്ഷിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ച് നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ മക്കളായി തീർന്നു എന്നുള്ള ഒരു നിലയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തെ കാണുന്നത്, മറിച്ച് നമ്മുടെ മേലുള്ള തിരുഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്ര കൂടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ആ യാത്ര കൂടെ എന്നല്ല, അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പൊ നമ്മുടെ പ്രഥമമായിട്ടുള്ള പരിഗണന, നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഉലകത്തിലെ ഒരു കാര്യത്തിനുമല്ല, മറിച്ച് ദൈവം തന്റെ സ്വന്തം രക്തം നൽകിക്കൊടുത്ത് വീണ്ടെടുത്ത് തന്റെ വകയാക്കി തീർത്തിരിക്കുന്ന നമ്മുടെ മേൽ ഇനി തുടർന്ന് പൂർത്തീകരിച്ചെടുക്കുവാനുള്ള ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. അപ്പോ കർത്താവ് തന്നെ പറയുന്നത് പോലെ, മുൻപേ നിങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവീൻ. അതാണ് പ്രഥമ പരിഗണന. കാര്യം എന്താ? അതിന്റെ അടിസ്ഥാനം നമ്മൾ ചിന്തിച്ചു. നമ്മളെ വീണ്ടെടുത്തിരിക്കുക, ഇനി നമ്മൾ നമ്മുടെ വകയല്ല, നാം ദൈവത്തിന്റെയാണ്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കപ്പെടണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെക്കുറിച്ച് ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് ആ യാത്രയിൽ ദൈവഹിതത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നടന്നെടുക്കുക എന്ന ലക്ഷ്യമാണ് എൻ്റെ മുൻപിലുള്ളത്. ആ യാത്രയാണ് എൻ്റെ മുൻപിലുള്ളത്. അപ്പോൾ ആ ലക്ഷ്യം എന്താണ്, ആ യാത്ര എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പൊതുവിൽ പറഞ്ഞാൽ, നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന ഒരു ലക്ഷ്യം, അല്ല ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുക. സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണൻ ആകുവിൻ എന്നിത്യാദി വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അതായത് യേശുവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുദിനവും, യേശുവിന്റെ മനോഭാവത്തോട് അനുദിനവും അടുത്തുകൊണ്ട് തുടർമാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന അനുഭവം. ആ യാത്രയിൽ കർത്താവ് നമുക്ക് അതിനോട് ചേർന്ന് വ്യത്യസ്ത ശുശ്രൂഷകളും അതിന്റെ ഭാഗമായിട്ട് നൽകി തരും. പൗലോസ്ലീഹയുടെ വാക്കുകൾ പറഞ്ഞാൽ, എൻ്റെ ഓട്ടവും, മൈ റേസ്, എൻ്റെ ശുശ്രൂഷയും. അപ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ഏറ്റവും മുൻപിൽ വെക്കാൻ സാധിക്കുന്ന ദൈവവചനം വെളിപ്പെടുത്തി നൽകി തരുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഈ ഡെസ്റ്റിനേഷനിലേക്കുള്ള നമ്മുടെ കൃത്യമായ യാത്രയാണ് ആത്മീയ വളർച്ച എന്ന് നമുക്ക് പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ ആത്മീയ പക്വതയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ലക്ഷ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണല്ലോ. അപ്പൊ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ആത്മീയ വളർച്ച എന്നത്, ആത്മീയ പക്വത എന്നത് നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന, നാം മുൻപേ ചിന്തിച്ച ഈ കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ തുടർമാനമായ വളർച്ചയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഏറ്റവും മുൻപിൽ, ഏറ്റവും മുകളിൽ, പ്രഥമമായിട്ട് എപ്പോഴും നമ്മുടെ മുൻപിൽ ഉണ്ടാവണം. എൻ്റെ ലക്ഷ്യം ഇതാണ്, എൻ്റെ യാത്ര ഇതാണ്, ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ ദൈവവചനത്തിന്റെ വെളിപ്പാടുകളുടെ സിംഹഭാഗവും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രത്യേകിച്ച് ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ്, എന്താണ് അതിന്റെ പ്രാധാന്യത, അതുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന കാര്യം, നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ യാത്രയിൽ, ആ ആത്മീയ വളർച്ചയുടെ പാന്താവിൽ, ആത്മീയ പക്വതയുടെ ആ പാന്താവിൽ, അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടുന്ന യാത്രയിൽ വളരെ അതിപ്രധാനമായ, ഫണ്ടമെന്റലായ ഒരു ഫാക്ടർ ഉണ്ട്. ആ ഒരു ഘടകമാണ് ഇന്ന് ഞാൻ ചിന്തിക്കാനായിട്ട്, അല്പസമയം ധ്യാനിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അത് ഒരു ഇൻസിഡന്റിൽ നിന്ന്, ഒരു സംഭവത്തെ നമ്മൾ ഒന്ന് ധ്യാനിച്ച് മനസ്സിലാക്കാനായിട്ടും അതിൽ നിന്ന്
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തലങ്ങളൊന്ന് മനസ്സിലാക്കാനുമാണ് നമ്മൾ ഇത് ശ്രമിക്കുന്നത്, വളരെ ലളിതമായിട്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒന്ന് സൂചിപ്പിക്കട്ടെ. ഞാൻ പലപ്പോഴും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം, നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന കാര്യം വളരെ ലളിതമാണ്, വെരി സിമ്പിൾ ആണ്. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുള്ളൊരു പ്രശ്നം, ഇത് ഇത് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ആൾക്കാർ ഇത് ഇത്ര പ്രാധാന്യമുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് ഇത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് എല്ലാവരും ആ ഒരു പ്രാധാന്യത്തോടു കൂടെ അതിലേക്ക് കടന്നു വരുമെന്നാണ് എൻ്റെ ചിന്ത. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അതുകൊണ്ടൊന്ന് നമ്മൾ റിവൈൻഡ് ചെയ്യുകയായിരിക്കാം. ചിലർക്ക് ഇത് അല്പം കൂടെ വിശുദ്ധീകരണമായിരിക്കാം, ചിലർക്ക് ഒരു പക്ഷേ ആദ്യമായിരിക്കാം. ഏത് നിലകളിലായാലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഒന്നുകൂടെ ആ വിഷയത്തെ സമീപിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ അതിന്റെ 26 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ഇന്നത്തെ ആധാരം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. നമുക്കിത് വളരെ നന്നായി അറിയാവുന്ന ഒരു ഭാഗമാണ് ഇത്. നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ്, തന്റെ ശുശ്രൂഷ കാലത്തിൽ കർത്താവിന്റെ ശുശ്രൂഷകൾ ഇങ്ങനെ പുരോഗമിച്ചു വരുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, അടയാളങ്ങൾ ചെയ്യുന്നുണ്ട്, സൗഖ്യമാക്കുന്നുണ്ട്, ഭൂതങ്ങളിൽ മേൽ കർത്താവ് ജയമെടുക്കുന്നുണ്ട്, കാസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനെ കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്നുണ്ട്, അവർക്ക് പഠിപ്പിച്ച് നൽകി കൊടുക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ മുൻപിലും കർത്താവ് ടീച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പതിയെ കാലം കഴിഞ്ഞ് അല്പകാലമൊക്കെ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി ആ 13-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം കാണുന്നു. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം, അപ്പൊ കർത്താവ് ഈ പർട്ടിക്കുലർ പ്ലേസിലേക്ക് പോവുകയാണ്, ഫിലിപ്പിന്റെ കൈസരിയ. ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം, ദൈവഭക്തന്മാർ, മത്തായി എന്ന അപ്പോസ്തലനാകട്ടെ, മറ്റേത് ലേഖന എഴുത്തുകാരാണെങ്കിലും അവർ പരിശുദ്ധാത്മ നിറവിൽ കാര്യങ്ങളെ എഴുതുമ്പോൾ അതിനൊക്കെ പ്രത്യേക ഇന്റൻഷൻസ് ഉണ്ട്. നമുക്കറിയാം, വെറുതെ ചില ഇവന്റ്സ് എഴുതി വെക്കുകയോ ചില സ്റ്റേറ്റ്മെന്റ്സ് എഴുതി വെക്കുകയോ അല്ല ചെയ്യുന്നത്. ഓരോ കാര്യത്തിനും പരിശുദ്ധാത്മാവിൽ നിയോഗിതമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അതിലൂടെയൊക്കെ നമ്മോട് പറഞ്ഞു നൽകി തരാൻ. അപ്പോൾ ഇവിടെ മത്തായി എന്ന ഈ അപ്പോസ്തലൻ ഈ ഭാഗം, പ്രത്യേകിച്ച് ലൊക്കേഷൻ ഇവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മോട് പറഞ്ഞു തരാനായിട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഫിലിപ്പിന്റെ കൈസരിയിലോട്ട് ചെല്ലുന്നു. ആ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇസ്രായേൽ ദേശത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. ആ ഭാഗത്ത് ചെന്ന് കഴിയുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിക്കുക. ജനങ്ങൾ മനുഷ്യപുത്രനെ ആര് എന്ന് പറയുന്നു? ജനങ്ങൾ മനുഷ്യപുത്രനെ ആര് എന്ന് പറയുന്നു? ശിഷ്യന്മാരോട് ചോദിക്കുക, സഹോദരങ്ങളെ, നിങ്ങൾ ഇത്രയും കാലം എൻ്റെ കൂടെയൊക്കെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക, എന്നെക്കുറിച്ച് ഈ ചുറ്റുമുള്ള ജനങ്ങൾ ആരെന്നാണ് പറയുന്നത്? അത് കഴിഞ്ഞ് 15-ാമത്തെ വാക്യത്തിൽ ഇവരോട് ആ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്നാ പറയുന്നത്? അപ്പൊ അവിടെ തന്നെ ഒരു കാറ്റഗറൈസേഷൻ ആണ്. 2 വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ജനങ്ങൾ, കോമൺ പീപ്പിൾ. അവർക്ക് എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ? സാധാരണ മനുഷ്യർ. പക്ഷെ നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവരാണ്, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നത്? ഈ 2 ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചോദ്യം, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നുള്ള ചോദ്യത്തിന് ശിഷ്യന്മാർ വളരെ വേഗത്തിൽ ഉത്തരം നൽകി കൊടുത്തെന്താ? ജനങ്ങൾ പറയുന്നത്, കർത്താവേ, ചിലരങ്ങ് യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നുണ്ട്, ചിലര് ഏലിയ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്, ചിലര് യെരമ്യാ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്. ഇനി ചിലർ ഏത് പ്രവാചകനാണെന്നൊന്നും അറിയില്ലെങ്കിലും പ്രവാചകൻ എന്നുള്ളൊരു ധാരണ ജനത്തിന്റെ ഇടയിലുണ്ട്. പ്രവാചകൻ എന്ന ഒരു ധാരണ ജനത്തിന്റെ ഇടയിലുണ്ട്. അപ്പോൾ ജനങ്ങൾ യേശുവിന്റെ ശുശ്രൂഷയെ കണ്ടിട്ടുള്ളവരാണ്. യേശുവിനെ അനുഗമിക്കുന്ന ധാരാളം പേരുണ്ട്. യേശുവിന്റെ ടീച്ചിങ്സ് കേട്ട ധാരാളം പേരുണ്ട്. അത്ഭുതങ്ങള്
കണ്ടിട്ടുള്ളവരുണ്ട്, അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരുണ്ട്. യേശുവിനെ അടുത്തറിയുന്ന പല ഇന്റൻഷൻസിൽ കർത്താവിന്റെ പിന്നാലെ ഗമിക്കുന്ന പല വ്യക്തി ജനങ്ങളുണ്ട്, വിഭാഗങ്ങളുണ്ട്. കർത്താവിനെ പരീക്ഷിക്കാൻ നടക്കുന്നവരും കൊടുക്കാൻ നടക്കുന്നവരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം യേശുവിന്റെ പിന്നിലുണ്ട്. അപ്പോൾ ശിഷ്യന്മാര് ഈ ന്യൂസൊക്കെ കൃത്യമാക്കി മനസ്സിലാക്കി കർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. കർത്താവ്, ഇവരുടെ ഒരു കാഴ്ചപ്പാട്, അങ്ങയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അങ്ങൊരു പ്രവാചകനാണ്, യു ആർ എ പ്രൊഫറ്റ്. ഇനി ഹെരോദൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നുണ്ട്, ഏലിയാവാണെന്ന് പറയുന്നുണ്ട്. ബട്ട് അവര് ചിന്തിക്കുന്നത് അങ്ങൊരു പ്രവാചകനാണ്. അത് നമുക്കത്ര തള്ളിക്കളയാവുന്ന ഒരു അത്ര മോശമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു റെസ്പോൺസ് അല്ല. അത് മോശമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം എന്താ? ഒരു വ്യക്തിയുടെ ശുശ്രൂഷ കണ്ട് ഒരു പ്രവാചകൻ എന്ന് ജനം അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറുതായ ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ ശുശ്രൂഷയും ജീവിതവും കാണുമ്പോൾ അവർ അറ്റസ്റ്റ് ചെയ്യുന്നത്, അവരെത്തുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് യു ആർ എ പ്രൊഫറ്റ്. അപ്പോ ഇതെങ്ങനെയായിരിക്കാം ഇവർ ഉത്തരത്തിലേക്ക് എത്തിയത്? ഒരുപക്ഷെ അവരുടെ മതത്തിൽ, യഹൂദ പശ്ചാത്തലത്തിൽ അവർ കണ്ടിട്ടുള്ള, അവർ വായിച്ചിട്ടുള്ള, അവരുടെ വേദപുസ്തകത്തിൽ നിന്നും അവരുടെ ചരിത്രത്തിൽ നിന്നും അവർ കണ്ടിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ ശുശ്രൂഷകളെയും ജീവിതങ്ങളെയും ഒക്കെ അവർ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഫൈൻ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് യു ആർ എ പ്രൊഫറ്റ്. പക്ഷെ ഈ ഉത്തരം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവിതത്തെയും ശുശ്രൂഷയും നോക്കിക്കാണുന്ന ഏതൊരു വ്യക്തിക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കൺക്ലൂഷനാണ്. അതിനകത്ത് പ്രത്യേകിച്ച് സ്കൂളിൽ പോയി കോമൺ സെൻസ് ഉള്ള ഏത് വ്യക്തിക്കും അത്തരം ഒരു കൺക്ലൂഷനിലേക്ക്, യു ആർ എ പ്രൊഫറ്റ് എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ ജനങ്ങളുടെ റെസ്പോൺസ്, ജനങ്ങളുടെ ഉത്തരം വരുന്നത് അവരുടെ കാഴ്ചയിൽ നിന്ന്, അവരുടെ മനസ്സിലാക്കലിൽ നിന്ന്, അവരുടെ പശ്ചാത്തലത്തിൽ നിന്ന്, അവരുടെ മതപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അവരുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന്, ഇങ്ങനെ ആ വ്യക്തികളുടെ പെർസെപ്ഷൻ, അവരുടെ കൺവിക്ഷൻ, അവരുടെ സ്വയബോധ്യം എന്താണോ അതിൽ നിന്നാണ് ഈ ഉത്തരം വരുന്നത്. യു ആർ എ പ്രൊഫറ്റ്. ആ ഉത്തരത്തിന് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, നല്ല ഉത്തരവാണ്. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് അവരെത്തുന്നതിന് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, നല്ല ഉത്തരമാണ്. അവര് കൃത്യമായി അനലൈസ് ചെയ്ത്, കൃത്യമായി കാര്യങ്ങളെ വീക്ഷിച്ച് അവരതിന് ഉത്തരം കൊടുത്തു. ഇതിനിടയ്ക്ക് നമുക്കറിയാം, ചില വിഭാഗങ്ങളൊക്കെ ബേൽസെബൂലിനോട് ചേർത്ത് യേശുവിനെ ചിന്തിക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ പൊതു അഭിപ്രായം അങ്ങനല്ല, അവരേറ്റവും ഫൈൻ ആയിട്ടുള്ള റെസ്പോൺസാണ് കൊടുത്തത്. ഇവിടെയാണ് കർത്താവിന്റെ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. വാട്ട് ഡു യു സേ ദാറ്റ് ഐ ആം? വാട്ട് ഡു യു സേ? നിങ്ങൾ എന്താ പറയുന്നത്? ജനങ്ങളുടെ ഉത്തരം എനിക്ക് കിട്ടി, ആയിക്കോട്ടെ, നല്ല കാര്യം. നിങ്ങൾ ആ കാര്യമൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉത്തരം എന്താ? വാട്ട് ഈസ് യു അണ്ടർസ്റ്റാൻഡിങ്? നിങ്ങൾ ആ കാറ്റഗറൈസേഷൻ അവിടെ തന്നെ നോക്കി. ജനങ്ങളും ശിഷ്യന്മാരും. മത്തായിയുടെ സുവിശേഷം 4:19 കർത്താവ് വിളിച്ച ശിഷ്യന്മാരാ. ഫോളോ മീ, എന്നെ അനുഗമിക്കാൻ പറഞ്ഞ ശിഷ്യന്മാരാ. അവരെല്ലാം വിട്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. ആ അനുഗമിച്ച് തന്റെ കൂടെ ഒരുപക്ഷെ രാവും പകലും തന്റെ ജീവിതം കാണുന്ന, തന്റെ വാക്കുകൾ കേൾക്കുന്ന, തന്റെ സ്വഭാവം ഒരു പരിധി വരെ അറിയാവുന്ന, തന്റെ ശുശ്രൂഷകൾ അറിയാവുന്ന, ഉപമകളെ കേട്ടിട്ടുള്ള, അതിന്റെ വിശുദ്ധീകരണങ്ങളെ കേട്ടിട്ടുള്ള, ദൈവരാജ്യത്തെക്കുറിച്ച് അധികമായി കേട്ടിട്ടുള്ള നിങ്ങൾ എന്ത് പറയുന്നു? വാട്ട് ഈസ് യുവർ പെർസെപ്ഷൻ, യുവർ കൺവിക്ഷൻ അബൌട്ട് മീ? അപ്പൊ ഈ ചോദ്യം വരുമ്പോ ഒരുപക്ഷെ അവിടെ ഞാൻ അല്പം ഒരു ഭാവന എന്ന് പറയാമല്ലോ, ഒരു സൈലൻസ് ആകാം ഉണ്ടായിട്ടുള്ളത്. അപ്പോഴായിരിക്കും ചിലരൊക്കെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. എന്റെ ഭാവനയാണ്, അങ്ങനെ വചനത്തിൽ ഇല്ലാതെ നിങ്ങൾ എടുക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ വളരെ ആ ഒരു ഞാൻ ഈ പറയുന്നത് ഭാവനയോട് ചേർത്ത് അടുത്ത ഇനി വചനത്തിലേക്ക് വരിക. പത്രോസ് അവിടുന്ന് വളരെ വേഗത്തിൽ ഒരു ഉത്തരം കൊടുക്കുക. 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം.
ഓർത്തിരിക്കാൻ എളുപ്പമുള്ള വാക്യം 16:16. അവിടെ പത്രോസ് കൊടുക്കുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ, ഈ ചോദ്യം വന്നു, അവിടെ സൈലൻസ് ഉണ്ടായിക്കോട്ടെ, സ്പോണ്ടേനിയസ് ആയിക്കോട്ടെ, എങ്ങനായാലും പത്രോസിന്റെ ഉത്തരം, ശിമോന്റെ ഉത്തരം അവിടെ വരികയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ഈ ഉത്തരം കേൾക്കുകയും കർത്താവ് ശിമോനോട് കൊടുക്കുന്ന മറുപടി വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താ അവിടെ കൊടുക്കുന്ന മറുപടി എന്താണ്? യോനയുടെ മകനായ ശിമോനെ, ബർയോന ശിമോനെ, നീ അനുഗ്രഹീതനാണ്. നീ അനുഗ്രഹീതനാണ്. എന്താ കാര്യം? നീ ഇപ്പോൾ പറഞ്ഞ ഉത്തരം അത് നിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലോ നിന്റെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലോ നിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലോ ഇതിന്റെ ഒന്നും പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ടുള്ള ഉത്തരമല്ല ഇപ്പോൾ നീ പ്രതിവചിച്ചത്. ജനങ്ങൾ അങ്ങനായിരുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന്, അനുഭവത്തിൽ നിന്നൊക്കെ അവർ പറയുന്ന ഉത്തരമാണ് യു ആർ എ പ്രൊഫറ്റ്. ബട്ട് ശിമോൻ, നീ ഇപ്പോൾ പറഞ്ഞ ഉത്തരം അങ്ങനല്ല. നീ പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് അത് ജഡരക്തങ്ങളല്ല നിനക്ക് മനസ്സിലാക്കി നൽകി തന്നിട്ടുള്ളത്, മറിച്ച് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് മനസ്സിലാക്കി നൽകി തന്നിട്ടുള്ളത്. അതുകൊണ്ട് നീ അനുഗ്രഹീതനാണ്. അവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി നൽകി തന്നു. റിവീൽഡ്. ഈ ഉത്തരം നോക്കിയേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം. ജനങ്ങളൊരു പ്രൊഫറ്റ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ശിഷ്യന്മാരിൽ പ്രത്യേകിച്ച് ശിമോൻ ഈ ഇത്തരണത്തിൽ നൽകി കൊടുക്കുന്ന ഉത്തരം എന്ന് പറയുന്നത്, യു ആർ ജസ്റ്റ് എ പ്രൊഫറ്റ്. നീ ഒരു കേവലം പ്രൊഫറ്റ് അല്ല, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ പത്രോസിന്റെ, ശിമോന്റെ ഹൃദയത്തിലെ കാഴ്ചപ്പാടല്ല, മാനുഷികമായ മനസ്സിലാക്കലല്ല, ബുദ്ധിയിൽ നിന്നുളവായ ഉത്തരമല്ല, അനുഭവത്തിൽ നിന്ന് ലഭിച്ച ഉത്തരമല്ല, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പരിജ്ഞാനത്തിൽ നിന്ന് കാച്ചിക്കുറുക്കി എടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഇത്, മറിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വെളിപ്പാടാണ്, റെവലേഷൻ. വെളിപ്പാടെന്ന് പറയുമ്പോൾ ദൈവം തന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് ശിമോന് തുറന്ന് കാണിച്ചു കൊടുത്തു. ദിസ് ഇസ് ദ ട്രൂത്ത്, ദിസ് ഇസ് ദ റെവലേഷൻ. ഈ നിൽക്കുന്ന വ്യക്തി മറ്റുള്ളവർക്കെല്ലാം ഒരു പ്രവാചകനാണെങ്കിലും ഫോർ യു ഞാനത് നിനക്ക് വെളിപ്പെടുത്തി നൽകി തരുന്നു. ഹി ഈസ് ദ മെസ്സയ്യ, മശിഹയാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോൾ ഈ റെവലേഷൻ പ്രാപിച്ച പത്രോസിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുക, യു ആർ ബ്ലസ്സഡ്. ആ പൊസിഷനെ നോക്കിയേ, വെളിപ്പാട് പ്രാപിച്ച പത്രോസിനെ നോക്കി പറയാം, യു ആർ സോ ബ്ലസ്സഡ്. എന്താ കാര്യം? നിനക്കിപ്പോൾ ഒരു വെളിപ്പാട് ലഭിച്ചിരിക്കുന്നു. ആ വെളിപ്പാടിനനുസൃതമായി നീ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ആ കർത്താവ് പറയുന്നേ, പത്രോസ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഞാൻ അവിടെ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരു അല്പം മാറിയാണെങ്കിലും ഒന്ന് ഞാൻ പറയാം. അത് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണെന്ന് ഞാൻ കരുതി. ഒന്ന്, ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം പറയാം. ദൈവസഭ എന്ന് പറയുന്നത്, ഈ യേശു ചരിത്രത്തിൽ ജീവിച്ച് അന്ന് ശിമോന്റെ മുൻപിൽ നിന്ന യേശു, ഇന്നേക്ക് 2000-ൽ പരം വർഷത്തിന് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ച യേശു, ആ യേശു മശിഹായാണെന്ന് ദൈവത്തിൽ നിന്ന് വെളിപ്പാട് ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് സഭയുടെ പാർട്ടാകാൻ സാധിക്കുക. ജീസസ് ഈസ് ദ മെസ്സയ്യ. ആ യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് ബോധ്യം ദൈവം നൽകി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സഭയായി തീരുക, സഭയുടെ ഭാഗമായി തീരുക. ഇനി അത് മാത്രമല്ല, അവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടെ പറയാം. അങ്ങനെയുള്ള സഭ, നമ്മൾ ആദ്യം ചിന്തിച്ചു വന്നത് ഈ ലോകത്തിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പൂർത്തീകരണത്തിലേക്കാണ്. ആ സഭയുടെ ബിൽഡപ്പിന്
ആ സഭയുടെ പണിതെടുക്കപ്പെടുന്ന അനുഭവത്തിന്, ആ സഭ മുൻപോട്ട് വളരുന്നതിന്, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഇത് ദൈവത്തിന്റെ ഒരു നിർണയമാണ്, ഒരു പ്രൊക്ലമേഷനാണ്. നമുക്ക് ബലം നൽകിത്തരുന്ന, കോൺഫിഡൻസ് നൽകിത്തരുന്ന ദൈവത്തിന്റെ ഒരു പ്രവചനമാണ്, പ്രോമിസാണ്. ഇത് ദൈവത്തിന്റെ ഒരു ഓർഡിനൻസ് ആണ്. എന്താ പറയുന്നത്? ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ വരുന്ന വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചാണ് പറയുന്നത്. അത് ഒന്ന് ഞാൻ പറഞ്ഞു, യേശു മശിഹയാണെന്ന റെവലേഷൻ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള റെവലേഷൻ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ വ്യത്യസ്തമായ, ജനങ്ങളെ പോലെയല്ല, ജനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സഭയുടെ ഭാഗമാകാൻ സാധിക്കൂ. രണ്ടാമത്തെ കാര്യം, ആ സഭയാണ് നാമെങ്കിൽ, ആ സഭയിലാണ് നാമെങ്കിൽ, ആ ക്രിസ്തുവിന്റെ ശരീരമാണ് നാമെങ്കിൽ, നമ്മുടെ വളർച്ചയ്ക്ക് എതിരെ നിൽക്കുന്ന ഏത് തരത്തിലുള്ള പ്രതിസന്ധികളാണെങ്കിലും ആ പ്രതിസന്ധികളെ എൻഡ് ഓഫ് ദ ഡേ തച്ചുടച്ചുകൊണ്ട് അതിനെ പണിതെടുക്കുമെന്നുള്ള ദൈവത്തിന്റെ ഉറപ്പിന്റെ വാക്കാണ് ഇത്. ഈ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴുള്ള പ്രതിസന്ധികൾ ഏത് നിലകളിലുള്ളതുമായിക്കൊള്ളട്ടെ, ആ പ്രതിസന്ധികൾക്ക് മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കും. എന്താ കാര്യം? അത് നമ്മുടെ ധൈര്യമല്ല, നമ്മുടെ സൊസൈറ്റിയുടെയോ നമ്മുടെ കൂട്ടത്തിന്റെയോ സറൗണ്ടിങ്ങിന്റെ ധൈര്യമല്ല. നമ്മുടെ ധൈര്യം, നമ്മുടെ ആധാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്കാണ്, ദൈവമാണ്, ദൈവശക്തിയാണ്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇതിന് ഇവിടെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. ഈ കൈസരിയുടെ ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറയുന്ന സ്ഥലം അന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഈ മത്തായി എന്ന അപ്പോസ്തലൻ ഈ കാര്യം എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ വേണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇസ്രായേൽ ദേശത്തിന്റെ നോർത്ത് ഭാഗത്താണ്. ഈ ഹെർമോൻ മലനിരകളുടെയൊക്കെ ഏറ്റവും അടിവാരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഫിലിപ്പിന്റെ കൈസരി എന്ന് പറയുന്നത്. ഈ ഹെർമോൻ മലനിരയുടെ ഏറ്റവും അടിവാര ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഗുഹയിൽ നിന്ന് ഒരു നീരുറവ് ഒഴുകുന്നുണ്ട്. അതിന്റെ പേര് ബെനിയസ് എന്ന് പറയും. ഈ യോർദാൻ നദിയുടെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ ബെനിയസ് എന്ന് പറയുന്ന ഹെർമോൻ മലനിരകളുടെ ഏറ്റവും അടിവാരത്തുള്ള ഒരു ചെറിയ ഗുഹയിൽ നിന്ന്, ഒരു ഗുഹയിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ സോഴ്സ് ആണത്. ഇനി ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ കാലത്ത് കുറഞ്ഞത് 5 പ്രതിഷ്ഠകളും 5 ടെമ്പിൾസും ഇതിനോട് ചുറ്റിപ്പറ്റിയുണ്ട്. ഈ ഒരു സ്ഥലത്തോട് ചുറ്റിപ്പറ്റി. അതായത് വിഗ്രഹാരാധനയുടെ കേന്ദ്രമാണ് ഈ ഫിലിപ്പിന്റെ കൈസരി എന്ന് പറയുന്ന അതിലെ ഈ പർട്ടിക്കുലർ പ്ലേസ് എന്ന് പറയുന്നത്, വിഗ്രഹാരാധനയുടെ കേന്ദ്രം. അതുമാത്രമല്ല, ഞാനൊരു ഗുഹയുടെ കാര്യം പറഞ്ഞല്ലോ. അന്നത്തെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ആ ജനസമൂഹം കരുതിയിരുന്നത് പാതാളത്തിന്റെ കവാടമായിട്ടാണ് അതിനെ കരുതിയിരുന്നത്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ അവിടെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു യഹൂദന് അവിടെ പോകുന്നത് ചിന്തിക്കാൻ സാധിക്കില്ല. അത്രമാത്രം മ്ലേച്ഛകരമായ അന്യാരാധന നടക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൈശാചികമായ കാര്യങ്ങളുടെ സോഴ്സ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോയിട്ടാണ് കർത്താവ് അവരോട് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യം. സഹോദരങ്ങളെ, മക്കളെ, നിങ്ങൾ ഈ സഭയുടെ ഭാഗമായി പണിതുയർക്കപ്പെടുമ്പോൾ ലോകം ഒരുപക്ഷെ അതിൻ്റെയൊക്കെ സോഴ്സ് ആയിട്ട് കാണുന്ന ഏത് കാര്യങ്ങൾ, ഏത് കവാടം മുൻപിൽ വന്നു നിന്നാലും അതിന് സഭയെ തകർക്കാൻ സാധിക്കില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ സാധിക്കില്ല. ആ ഭാഗത്തു നിന്ന് ഞാൻ ഒന്നുകൂടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു അപ്ലിക്കേഷൻ ഞാൻ പറയട്ടെ. നാം ദൈവസഭയുടെ ഭാഗമാണ്, ദൈവസഭയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ നാം ഒന്നെടുത്താൽ, അതിന്റെ മുൻപിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ മനം കലങ്ങിയിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ഈ ദൈവവചനം നമുക്ക് നൽകി തരുന്ന ഉറപ്പെന്ന് പറയുന്നത് ദൈവം സഭയെ പണിയും എന്ന ഉറപ്പാണ്. അതായത്
അതിലേറ്റവും ഒരു ഇൻഡിവിജ്വൽ സെൻസിൽ പറഞ്ഞാൽ ദൈവം എന്നെ പണിതെടുക്കും. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ മാനസാന്തരത്തോടെ, സമർപ്പണത്തോടെ, കർത്താവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ആത്മാർത്ഥമായി തിരുമുൻപിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമ്മിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിനെ അവസാനത്തോളം തികയ്ക്കും എന്നുള്ളത് കർത്താവിന്റെ വാക്കാണ്. നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന, നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ വരുന്ന ഇത്തരം ഏത് സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, അവിടെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നിരാശയുടെ വാക്കുകളല്ല വരേണ്ടത്, മറിച്ച് നമ്മുടെ നാഥന്റെ ശബ്ദം നമ്മുടെ ചെവിയിൽ മുഴങ്ങണം എപ്പോഴും. എന്താണ്? പാതാള ഗോപുരങ്ങൾക്ക് ഇതിനെ ജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഇവിടെ വരെ പറഞ്ഞു വന്ന കാര്യം എന്താ? ജനങ്ങൾക്ക് ഒരഭിപ്രായമുണ്ട് എപ്പോഴും, ഒരു സാധാരണ മനുഷ്യന്റെ അഭിപ്രായം അത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒപ്പീനിയനാണ്, റെസ്പോൺസാണ് ശിഷ്യന്മാർക്ക്. ആ ഒപ്പീനിയൻ അവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടല്ല, ദൈവം നൽകിക്കൊടുത്ത റെവലേഷനാണ്, വെളിപ്പാടാണ്. ആ വെളിപ്പാട് പ്രാപിച്ച പത്രോസ് അനുഗ്രഹീതനാണ്. ഇനി നോക്കി അടുത്ത ഭാഗത്തേക്കൊന്ന് വന്നേ. 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുക, അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അപ്പോൾ ഈ വെളിപ്പാട് ലഭിച്ച അതേ സമൂഹത്തിന്റെ മുൻപിൽ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് ബോധ്യപ്പെട്ട അതേ സമൂഹത്തിന്റെ മുൻപിൽ, മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞ അതേ സമൂഹത്തിന്റെ മുൻപിൽ, യേശു എന്ന മശിഹ താൻ വന്നതിന്റെ ഉദ്ദേശത്തെ പ്രസ്താവിക്കുക. കർത്താവ് പറയുക, ഞാൻ യെരൂശലേമിൽ എനിക്ക് പോകേണ്ടുന്ന ആവശ്യമുണ്ട്. അവിടെ ചെന്ന് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിക്കണം. എനിക്ക് പലതും സഹിക്കേണ്ടുന്ന ഒരാവശ്യകതയുണ്ട്. അത് മാത്രമല്ല, അതൊരു കൊല്ലപ്പെടലിലേക്ക് എത്തും. എൻ്റെ ജീവൻ പോകുന്ന ഒരു സമയം മുൻപിൽ വരുന്നുണ്ട്. എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതാണ്, അത് ആവശ്യമാണ് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. യു സി, ഇവിടെ മത്തായി വീണ്ടും കോട്ട് ചെയ്യുന്നത് പത്രോസിനെയാണ്. വെളിപ്പാട് പ്രാപിച്ച, തന്റെ ഗുരുവിന്റെ വായിൽ നിന്ന് അനുഗ്രഹീതൻ എന്ന വാക്കിനെ, സാക്ഷ്യത്തെ ലഭിച്ച പത്രോസ് ഇപ്പോൾ യേശുവിനെ ഒന്ന് വേറിട്ട് കൊണ്ടുപോവുക. വേറിട്ട് കൊണ്ടുപോയിട്ട് എന്താ യേശുവിനോട് പറയുന്നത്? യേശുവിനോട് പറയുക, കർത്താവേ, അത് അരുതേ, ഒരിക്കലും അത് പാടില്ല കർത്താവേ, അങ്ങേക്ക് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ഭാവനയിൽ ഒന്ന് കൊണ്ടുവരാനായിട്ടൊന്ന് ശ്രമിച്ചേ. പത്രോസ് യേശുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയാം, കർത്താവ്, അങ്ങിപ്പോ എന്താ പറഞ്ഞേ? മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരെല്ലാം ഒന്ന് പലതും സഹിക്കണം, അങ്ങ് കൊല്ലപ്പെടണം. കർത്താവേ, അങ്ങനെ ഒരിക്കലും പാടില്ല. നോ, അങ്ങനെ ചിന്തിക്കുക പോലും വരുത്. ഞാൻ അല്പം എംഫസൈസ് ചെയ്യുക കേട്ടോ, അല്പം എക്സാജറേറ്റ് ചെയ്യാം. അങ്ങേക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കുക പോലും വരുത്. നോക്കിയ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ശാസിച്ചു തുടങ്ങി എന്ന് എഴുതിയിരിക്കുന്നത്. ഹി റെബ്യൂക്ഡ്. അപ്പോ പത്രോസിന്റെ റെസ്പോൺസ് ഒരു ഭവ്യതയുടെ അനുഭവത്തിൽ ചില സമയങ്ങൾക്ക് മുൻപ് യേശുവിന്റെ മുൻപിൽ നിന്നതുപോലെ അല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഹി റെബ്യൂക്ഡ് ജീസസ്. എന്താ കാര്യം? എന്താ? അല്പം മുൻപ് പത്രോസിന് ലഭിച്ച വെളിപ്പാട് റെസ്പോണ്ട് ചെയ്തപ്പോൾ യേശുവും പത്രോസും ഒരേ ദിശയിലാണ്. പക്ഷെ ഇപ്പോൾ പത്രോസിന് യേശു പറഞ്ഞ കാര്യം മനസ്സിലാവുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലെ? യേശു പറഞ്ഞ കാര്യം പത്രോസിന് മനസ്സിലാവുന്നില്ല. യേശു പറയാ, ഞാൻ യെരൂശലേമിൽ എനിക്ക് പോണം, ഞാൻ അവിടെ പോയി കൊല്ലപ്പെടാൻ പോവുകയാണ്.
ഇത് കേട്ടപ്പോ പത്രോസ് ഒരുപക്ഷെ ആ ചെറിയ ഗ്രൂപ്പിന്റെ ഇടയിൽ നിന്ന് യേശുവിനെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്താ ഈ പറയുന്നേ? അങ്ങ് എന്താണ് ഈ പൊതുവിൽ ഇങ്ങനെയൊക്കെ പറയുന്നേ? അസംഭവ്യമായ കാര്യം, ഇത് ഒരിക്കലും സംഭവിക്കരുത്. അങ്ങിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് യേശുവിനെ ശാസിക്കുന്ന ഒരു അനുഭവം പത്രോസ് തന്റെ അനുഭവത്തിലുണ്ടായി. എന്താ പ്രിയമുള്ളവർ ഇവിടെ സംഭവിച്ചേ? ഇവിടെയാണ് നമ്മുടെ ഏറ്റവും കാതലായ വിഷയമുള്ളത്. തൊട്ടു മുൻപ് യേശു മശിഹയാണെന്ന്, ദൈവത്തിന്റെ പുത്രനാണെന്ന് ദൈവം വെളിപ്പാട് കൊടുത്ത പത്രോസിന് ആ യേശുവിന്റെ അടുത്ത ഘട്ടത്തിലുള്ള കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യം, റവലേഷൻ അദ്ദേഹത്തിന് ലഭിച്ചില്ല. അപ്പൊ എന്താ സംഭവിച്ചേ? യേശു ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെ പത്രോസിന്റെ ഒരു ധാരണയുണ്ട്. ആ ധാരണയും യേശുവിന്റെ ശുശ്രൂഷയും വന്നപ്പോൾ തമ്മിൽ ചേരുന്നില്ല. ഞാൻ അവിടെ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കട്ടെ. ഇസ്രായേൽ ജനമൊക്കെയും മശിഹായെ കാത്തിരിക്കുന്നവരാണ്, ഒരു രക്ഷകനെ കാത്തിരിക്കുന്നവരാണ്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ മശിഹ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ്, വലിയ പ്രതീക്ഷയാണ്. ഒരു മശിഹ എന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു പൊളിറ്റിക്കൽ ഫിഗറാണ്, ഒരു റോയൽ ഫിഗറാണ്. അവരുടെ ജനങ്ങളുടെ, സാധാരണക്കാരുടെ മനസ്സിലുള്ള ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ മശിഹ ഇങ്ങ് വന്നാൽ പിന്നെ ഇവർ രക്ഷപ്പെടും. റോമൻ സാമ്രാജ്യത്തെ ഒക്കെ അടിച്ച് തകർത്ത് നിശേഷമാക്കിക്കൊണ്ട് ഈ സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്ന ഒരു രാജാവ് വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് ഈ ഇസ്രായേൽ സമൂഹം. പക്ഷെ മശിഹ വന്നത് ജനങ്ങൾക്ക് മനസ്സിലായില്ല, ശിഷ്യന്മാർക്ക് മനസ്സിലായി ഇത് മശിഹയാണ്. പക്ഷേ മശിഹ വന്നപ്പോഴുള്ള ശുശ്രൂഷയെക്കുറിച്ച് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ആ ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാകുന്നതിന് പകരം അവരുടെ തന്നെ ധാരണകളിലാണ് അവർ യേശുവിനെ കണ്ടുകൊണ്ടിരുന്നത്. യേശു അങ്ങ് മശിഹായാണ്, പക്ഷെ ഇവരുടെ ധാരണ നാളെ ഈ സാമ്രാജ്യത്തെ ഒക്കെ തച്ച് തകർത്തുകൊണ്ട് ഒരു രാജാവായി ഭരണം നേടി ഇസ്രയേലിന് അടിമത്വത്തിൽ നിന്ന് മോചനം നൽകി കൊടുക്കുന്ന ഒരു മശിഹായാണെന്നുള്ള ധാരണയിലാണ് പത്രോസും കൂട്ടരും. അതായത് ആ പോയിന്റിൽ മുൻപ് ജനങ്ങൾക്കുണ്ടായിരുന്നത് പോലെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പത്രോസിനുള്ളത്, ശിഷ്യന്മാർക്കുള്ളത്. എന്ത് സംഭവിച്ചു? ഇതിന് ഘടകവിരുദ്ധമായി മശിഹ തന്റെ ദൗത്യത്തെക്കുറിച്ച് ഈ കൂട്ടരോട് പറഞ്ഞപ്പോൾ തങ്ങളുടെ ചിന്തയിലുള്ള മശിഹ കൊല്ലപ്പെടുന്ന മശിഹയല്ല, രാജാവായി കയറി വരുന്ന, രാജാവായി വാഴുന്ന, സകലതിനെയും തച്ചുടയ്ക്കുന്ന മശിഹയാണ്. ആ മശിഹയുടെ പിക്ചറുമായിട്ട് മാച്ചായി പോകുന്നില്ല, കോൺഫ്ലിക്റ്റ് ആയി. പത്രോസ് ഓടിച്ചെന്ന് പറഞ്ഞു, യേശു അങ്ങ് എന്തായി കാണിക്കുന്നേ? അങ്ങ് തന്നെ പറഞ്ഞു മശിഹയാണെന്ന്. അങ്ങ് അല്പം മുൻപ് എന്നെ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ മശിഹായ്ക്ക് ചേരുന്ന ഒരു പ്രവൃത്തി അല്ലല്ലോ അങ്ങ് ചെയ്യാൻ പോകുന്നത്. ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽ ആ സമയത്തുള്ള കാര്യമല്ല ഇത്, മറിച്ച് പത്രോസിന്റെ ചിന്താഗതിയാ, പത്രോസിന്റെ ധാരണ, ഒരു മനുഷ്യന്റെ സാധാരണ ധാരണയാ. കർത്താവ് എന്താ പ്രതിവചിച്ചേ? ഈ പത്രോസിനോട് കർത്താവ് പറയുന്ന ഭാഷ ഞാൻ വളരെ ഭയത്തോടെ കാണുന്ന ഒരു ഭാഷയാണ്. സാത്താനെ, എന്നെ വിട്ടു പോ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ ഭാഗം നോക്കി, വളരെ ഭയത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യന്റെ മശിഹയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അത് യേശുവിന്റെ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുമ്പോൾ യേശു ഈ പത്രോസിനോട് പറയുകയാണ്, സാത്താനെ, എന്നെ വിട്ട് പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മീ. എന്താ റീസൺ? എന്താ അതിന്റെ റീസൺ? എന്താ കാരണം? എന്താ അടുത്ത ഭാഗത്ത് പറയുന്നത് കേട്ടോ. നീ ദൈവത്തിന്റെ കാര്യങ്ങളല്ല
മനുഷ്യരുടെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. യു ആർ നോട്ട് സെറ്റിംഗ് യുവർ മൈൻഡ് ഓൺ ഗോഡ്സ് ഇൻട്രസ്റ്റ്. പത്രോസെ, നീ ഇപ്പൊ ചെയ്ത കാര്യം, നീ മനുഷ്യന്റെ തലത്തിലുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇതിന് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. നീ ദൈവത്തിന്റെ ഹൃദയത്തെ അല്ല നീ ഇവിടെ കാണുന്നത്, ദൈവത്തിന്റെ പദ്ധതിയെ അല്ല നീ ഇവിടെ കാണുന്നത്. സോ യു ആർ, നിന്റെ പ്രവൃത്തി, നിന്റെ റെസ്പോൺസ് ഈസ് ഈക്വൽ ടു സൈറ്റൻ. നിങ്ങൾ അതിന്റെ തീവ്രത മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എന്റെ ധാരണ. അപ്പൊ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. ശരിയാണ്, ഒരിക്കൽ വെളിപ്പാട് ലഭിച്ചതാണ്. പക്ഷെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള റെവലേഷൻ ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായി മനുഷ്യർ റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ യേശുവിനോട് റെസ്പോണ്ട് ചെയ്തു. പക്ഷെ യേശുവിന് അതിനോട് റെസ്പോൺസ് എന്ന് പറയുന്നത് യുവർ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സേറ്റാൻസ്. എന്താ കാര്യം? നീ ദൈവത്തിൻ്റെതല്ല നിന്റെ ഇൻട്രസ്റ്റ്, അതുകൊണ്ട് യുവർ റെസ്പോൺസ് ഈസ് ഈക്വൽ ടു സേറ്റാൻസ്. നിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇൻട്രസ്റ്റ്, അതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ പിശാചിൻ്റെതിന് സമമായിട്ടുള്ള നിന്റെ റിയാക്ഷൻ. ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ. ഇവിടെയാ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം. എന്താ പാഠം? കർത്താവ് പറയാ, ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇവിടെയാ. എന്താ പാഠം? എന്താ? ശിഷ്യന്മാരോട് പറയാ, പ്രിയരെ, ഞാൻ അതിനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് ഞാൻ പറയാം. ശിഷ്യന്മാരോട് കർത്താവ് പറയാ, നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങൾക്കൊരു വെളിപ്പാട് ലഭിച്ചിട്ടാണ് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത്. എന്നാൽ ആ അനുഗമനത്തിന്റെ തുടർ യാത്രയിലും അതേ വെളിപ്പാടിന്റെ തലത്തിൽ നിന്ന് ജീവിക്കുന്നില്ലെങ്കിൽ, മറിച്ച് നിങ്ങൾ മനുഷ്യരുടേതായ നിങ്ങളുടേതായ ധാരണയിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ധാരണ നിങ്ങൾ മനുഷ്യരുടെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടല്ല ജീവിക്കുന്നത്. എന്നാൽ നിങ്ങൾ ജീവിക്കേണ്ടത് ദൈവത്തിന്റെ ഇൻട്രസ്റ്റിന് കാത് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്തെന്ന് കർത്താവ് പഠിപ്പിക്കുന്നത് എന്താ? പ്രിയരെ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങളൊന്ന് നോക്കൂ. അത് ദൈവത്തിന്റെ ഇൻട്രസ്റ്റിന് എഗനസ്റ്റായി നിൽക്കുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിനോട് നോ എന്ന വാക്ക് പറഞ്ഞ്, ദൈവത്തിന്റെ ഇൻട്രസ്റ്റിനോട് യെസ് എന്ന വാക്ക് പറഞ്ഞ്, നിങ്ങളുടെ ഇൻട്രസ്റ്റിനോട് നോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾ ത്യജിക്കുകയാണ്. യു ആർ ഡിനൈങ് യുവർ സെൽഫ്. ആ ത്യജിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്നെ അനുഗമിക്കുവാൻ സാധിക്കൂ. എന്നെ അനുഗമിക്കുവാൻ സാധിക്കും. 24-ാമത്തെ വാക്യത്തിൽ എന്താ കർത്താവ് പറഞ്ഞേ? ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പത്രോസേ, ലുക്ക്, നിനക്ക് റെവലേഷൻ കിട്ടിയതാണ്. പക്ഷേ ഈ പോയിന്റിൽ നിനക്ക് ആ റെവലേഷൻ നിന്റെ മുൻപിൽ ലഭിക്കാതെ ഇരിക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നീ മനുഷ്യരുടെ ഇഷ്ടത്തിലാണ് സഞ്ചരിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടത്തിലല്ല. ഈ ദൈവത്തിന്റെ ഇഷ്ടത്തെ നിനക്ക് മനസ്സിലായാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, യു ഹാവ് ടു സേ നോ ടു യുവർ ഇൻട്രസ്റ്റ്. ഡിനൈ യുവർ സെൽഫ് ആൻഡ് ടേക്ക് അപ്പ് യുവർ ക്രോസ്. അങ്ങനെ മാത്രമേ എന്നെ അനുഗമിക്കുവാൻ സാധിക്കൂ. അങ്ങനെ മാത്രമേ എന്നെ അനുഗമിക്കുവാൻ സാധിക്കൂ. ഇവിടെ ഇനി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതിന്റെ അടിസ്ഥാന കാര്യം എന്താ? ഇവിടുന്ന് ലഭിക്കുന്ന അടിസ്ഥാന കാര്യം എന്താ? പത്രോസിന് ലഭിക്കപ്പെട്ട വെളിപ്പാട് പോലെ തന്നെ യേശു മശിഹായാണെന്നും ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നും പാപത്തിന്റെ വിമോചകനാണ് യേശുവാണെന്നും എന്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുമെന്നുമുള്ള ആ ഉറച്ച ബോധ്യം പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉള്ളിൽ ലഭിക്കുമ്പോൾ, വെളിപ്പെടുത്തപ്പെട്ട് കിട്ടുമ്പോഴാണല്ലോ ആത്മാവിന്റെ പ്രവർത്തനത്താൽ നാം ദൈവത്തിന്റെ മക്കളായി തീരുന്നത്. അത്
പത്രോസിനോട് പ്രതിവചിച്ചതുപോലെ ഒരു അനുഗ്രഹീത പദവിയാണ്. ലളിതമായി പറഞ്ഞാൽ ക്രിസ്ത്യാനി, യഥാർത്ഥമായി വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തി എന്നാൽ, പ്രിയരെ, അതൊരു അനുഗ്രഹീതമായ പദവിയാണ്. ഈ സാധാരണ മനുഷ്യർക്ക് അത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ലെങ്കിലും ഈ ദൈവത്തിന്റെ മകനായി തീർന്ന, ആത്മാവിന്റെ സാക്ഷ്യത്തെ പ്രാപിക്കുന്ന, ദൈവത്തിന്റെ മകൻ എന്ന സാക്ഷ്യത്തെ പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ അന്തരാത്മാവിൽ ബോധ്യമുള്ള കാര്യം ഇതാണ് ഏറ്റവും അനുഗ്രഹീത പദവി എന്നുള്ളത്. പക്ഷേ ഇത് ഫണ്ടമെന്റലായ കാര്യമാണ്. നമ്മുടെ തുടർന്നുള്ള ജീവിതയാത്രയിൽ അതാണല്ലോ നമ്മൾ ചിന്തിച്ചു വന്ന കാര്യം, ഞാൻ തുടങ്ങിയ കാര്യം. തുടർന്നുള്ള ജീവിതയാത്രയിൽ നാം നമ്മുടെ യാത്ര നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ യാത്ര ഒരു ക്രിസ്ത്യൻ ലൈഫ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതയാത്ര ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, പ്രിയരെ, ദൈവത്തെക്കുറിച്ചുള്ള പ്രകാശനം അനുദിനം ലഭിച്ച് കർത്താവിന്റെ ഹൃദയത്തെ അനുദിനം മനസ്സിലാക്കി കർത്താവിനെ കുറിച്ചുള്ള കാഴ്ചകൾ കൃത്യമായി അറിഞ്ഞ് ദൈവത്തെക്കുറിച്ചറിഞ്ഞ് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ നിന്നുള്ളതിനെ അറിഞ്ഞ് ആ അറിവിന്റെ, ആ ബോധ്യത്തിന്റെ, ആ പ്രകാശനത്തിന്റെ അനുഭവത്തിൽ നമ്മുടെ ഇച്ഛകൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും നോ പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ഹൃദയത്തിനനുസൃതമായി സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ് ക്രിസ്ത്യ ജീവിതം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് യേശു മശിഹായാണെന്ന് ബോധ്യം ലഭിച്ചു, രക്ഷിക്കപ്പെട്ടു എന്നത് മാത്രമല്ല, അതിൻ്റെ തുടർന്നുള്ള യാത്രയിൽ ക്രമാനുഗതമായ ദൈവിക പ്രകാശനം നമുക്ക് അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ഈ ക്രൂശിന്റെ വചനത്തെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിച്ച് നമുക്ക് ലഭിക്കപ്പെടുന്നില്ലെങ്കിൽ നാം ക്രിസ്തീയ ജീവിതം തുടങ്ങി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന്റെ തുടർച്ച പ്രോപ്പറായി നടക്കില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. കർത്താവ് നമ്മളെ രക്ഷിച്ചു. കർത്താവിന്റെ കരുണയാണ്, കർത്താവിന്റെ കൃപയാണ്. ദൈവം നമ്മളെ വീണ്ടെടുത്തു. കർത്താവിന്റെ കൃപയാണ്, കരുണയാണ്. അടഞ്ഞിരുന്ന കണ്ണ് കർത്താവ് നമുക്ക് തുറന്നു നൽകി തന്നു. ഈ യേശു മശിഹായാണെന്നറിയാൻ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നറിയാൻ. പക്ഷെ അവിടം കൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് അവസാനിക്കുന്നില്ല. അവിടം കൊണ്ട് കാഴ്ചപ്പാട് അവസാനിച്ചാൽ ക്രിസ്തീയ ജീവിതം തുടങ്ങി, പക്ഷെ നാം സഞ്ചരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിൽ തന്നെയായിരിക്കും. എന്നാൽ ഓരോ മൊമെന്റിലും, ഓരോ ദിവസവും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി നൽകി തന്നതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവിന്റെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവിന്റെ തിരുഹിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ക്രൂശിനെ അറിഞ്ഞുകൊണ്ട്, ക്രൂശിന്റെ പാതയെ മനസ്സിലാക്കിക്കൊണ്ട് ആ നിത്യതയുടെ വെളിപ്പാടിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായുള്ള ദൈവിക പ്രകാശനം ദൈവവചനത്തിൽ നിന്ന് ലഭിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ഞാൻ ആരെയും വിമർശിക്കാനല്ല, പക്ഷെ നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയേ, ഒന്ന് ഒബ്സർവ് ചെയ്തേ. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട സമൂഹം ഇന്ന് ക്രിസ്തുവിന്റെ സൗരഭ്യമില്ലാത്ത ഒരു അനുഭവത്തിൽ നിൽക്കുകയാണ്. എന്താ കാര്യം? അടുത്ത ഘട്ടത്തിന്റെ പ്രകാശനം പലരിലും ഇല്ല. അതിനെക്കുറിച്ച് ധാരണയില്ല.
അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇതെന്താണ് ലക്ഷ്യം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നത്, കർത്താവിനോട് കൂടെ എന്താ, കർത്താവിനെ എങ്ങനെയാ അറിയേണ്ടത്, കർത്താവിനെ അറിയണ്ടേ എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മാറി രക്ഷിക്കപ്പെട്ടു നാളെ കർത്താവ് വന്നാൽ പോകാൻ സാധിക്കും എന്നുള്ള നിലയിലുള്ള ചിന്ത വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. പ്രിയരെ, ഞാൻ ഇന്ന് ഈ ഭാഗത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട, ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദൈവിക പ്രകാശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം 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 ലഭിക്കണം. നമ്മുടെ ഹൃദയങ്ങൾ അതിനുവേണ്ടി തുറക്കപ്പെടണം. നമ്മുടെ ഹൃദയങ്ങൾ അതിനുവേണ്ടി അനുദിനം തുറക്കപ്പെടണം. കർത്താവിൻ്റെ പ്രകാശനങ്ങളെ നമ്മൾ സ്വീകരിക്കണം. ദൈവവചനം എന്ന ദൈവിക വെളിപ്പാടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വെളിപ്പാടുകൾ പ്രകാശനങ്ങളായി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ദൈവത്തെ അടുത്തറിഞ്ഞ്, കർത്താവിനെ അടുത്തറിഞ്ഞ്, യേശുവിനെ അറിഞ്ഞ്, യേശുവിന്റെ ക്രൂശിനെ അറിഞ്ഞ്, കർത്താവിന്റെ തിരുഹൃദയത്തെ അറിഞ്ഞ് അതിനനുസൃതമായ ഒരു യാത്രയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അവിടെ അവന് ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവ് ഊരിൽ പുറത്തു കൊണ്ടുപോയി കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ? അവൻ മേൽപോട്ട് നോക്കി. ഞാൻ മനുഷ്യരെ കാണുന്നു. കണ്ടോ, കാഴ്ചയില്ലായിരുന്നു, പക്ഷെ കാഴ്ച ലഭിച്ചു. ഞാനിപ്പോ മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷെ അവർ മരങ്ങൾ നടക്കുന്നത് പോലെ അത്രേ. നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോഴോ? കാഴ്ചയുണ്ട്, പക്ഷെ ആ കാഴ്ച എഫക്റ്റീവ് ആണോ? അല്ല. മനുഷ്യരെ കാണുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെ? മരങ്ങൾ നടക്കുന്നത് പോലെ. കർത്താവ് എന്ത് ചെയ്തു? പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി. അടുത്ത ഭാഗം കൊണ്ട്, മലയാളം വളരെ മനോഹരമാണ്, എല്ലാം സ്പഷ്ടമായി കണ്ടു. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാ: ഒരു ക്ലിയർ ആയ ഒരു വിഷൻ. നല്ല ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്താം. അതിനെക്കുറിച്ചല്ല നമ്മുടെ ചർച്ച. അത് വെച്ച് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ സാധിക്കില്ല. ഒരു ക്ലിയറായ, സ്പഷ്ടമായ ഒരു കാഴ്ചപ്പാട്, ദൈവിക കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ പിന്നാലെ നമുക്ക് അനുഗമിക്കാൻ സാധിക്കൂ. സ്പഷ്ടമായ കാഴ്ച. ഇതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇതില്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസസ് എല്ലാം തെറ്റിപ്പോകും. ഉദാഹരണം, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ആകുല ചിത്തരാകും, നമ്മൾ ഭയപ്പെടും, നമ്മൾ നിരാശപ്പെടും, മതി എന്ന് പറയും. എന്നാൽ അതിന് പിന്നിൽ ദൈവത്തെക്കുറിച്ചൊരു സ്പഷ്ടമായ കാഴ്ചപ്പാടുണ്ട്. അവൻ എൻ്റെ പിതാവാണെന്നും അവൻ രാജാവാണെന്നും അവനാണ് എന്നെയും എൻ്റെ സാഹചര്യത്തെയും നിയന്ത്രിക്കുന്നു എന്നുള്ള ഉറച്ച സ്പഷ്ടമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആകുലത അസ്ഥാനത്താണ്, ഭയം അസ്ഥാനത്താണ്. ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഈ സ്പഷ്ടമായ കാഴ്ചയില്ലെങ്കിൽ ഇവിടെ വിലയുണ്ടെന്ന് ലോകം പറയുന്നത് പിന്നാലെ നമ്മൾ ഓടും. എന്നാൽ സ്പഷ്ടമായ കാഴ്ചപ്പാട് ലഭിച്ച പൗലോസ്ലീഹയെ കുറിച്ച് പോലെയുള്ള ദൈവഭക്തന്മാരോട് ചേർന്ന് നമുക്കൊരുമിച്ച് പറയാൻ സാധിക്കും, ഇവിടെ ഉള്ളതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ വിട്ടുപോകുന്നതോ ഞാൻ വിട്ടുപോകേണ്ടതോ ആണ്. എന്നാൽ ആത്യന്തികമായി നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഒന്നുള്ള സ്പഷ്ടമായ കാഴ്ചപ്പാട്. പ്രിയരേ, പാട് ലഭിച്ചതായിരുന്നു കേട്ടോ. ചില മിനിറ്റുകൾക്കപ്പുറത്ത് പക്ഷേ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞ പത്രോസിനോടുള്ള റെസ്പോൺസ് അല്പം കഠിനമായി പോയില്ലേ?
ഞാൻ ഇടയ്ക്കിരുന്ന് ആലോചിക്കും, കർത്താവേ, ഞാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്നോട് എങ്ങനെ ആയിരിക്കും, എത്ര എത്ര പ്രാവശ്യം എന്നോട് ആ നിലയിൽ പ്രതികരിച്ചിട്ടുണ്ടാവും. കർത്താവേ, കരുണ ചെയ്യണമേ എന്നല്ലാതെ നമുക്ക് എന്താ പ്രാർത്ഥിക്കാൻ സാധിക്കുക? ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തേക്ക് 2 ശിഷ്യന്മാർ എമ്മാവുസിലേക്ക് പോകുന്നുണ്ട്. സെയിം അനുഭവമാണ്. മശിഹായാണെന്നറിയാം. അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് തന്നെ അവരുടെ അടുക്കൽ വന്ന് ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഓൾഡ് ടെസ്റ്റമെന്റ് കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ കരുണ നോക്കി അവസാനമായപ്പോഴത്തേക്കും കർത്താവ് 45-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് ഈ വെളിപ്പാടൊന്നും ലഭിച്ചില്ലല്ലോ, നിങ്ങൾ എങ്ങനെ എന്നെ അനുഗമിക്കാനായിട്ട് ഇനി തുടരുവാൻ സാധിക്കും, നിങ്ങളെ ഈ പാതയിൽ എങ്ങനെ എനിക്കിനി കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞ് അവരെ കാസ്റ്റ് ഔട്ട് ചെയ്ത് കളയുന്നില്ല കർത്താവ്. ഉയർപ്പിന്റെ ശേഷമാണെന്ന് ഓർക്കണേ. കർത്താവ് അവരെ കാസ്റ്റ് ഔട്ട് ചെയ്ത് കളയുന്നില്ല. 45-ാമത്തെ വാക്യം, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ച് അവരെ ശകാരിച്ചില്ല നമ്മുടെ കർത്താവ്. പക്ഷെ കർത്താവ് അവരെ വിളിച്ചു, മന്ദബുദ്ധികളെ എന്നൊക്കെ വിളിച്ചു കേട്ടോ. പക്ഷെ കർത്താവ് അവരുടെ ഹൃദയത്തെ തുറന്നു, ബുദ്ധിയെ തുറന്നു, ഈ ക്ലിയറായ സ്പഷ്ടമായ കാഴ്ചപ്പാട് ലഭിക്കുവാൻ. ആ ശിഷ്യ സമൂഹമാണ് പെന്തക്കോസ്ത് നാളിൽ ആത്മശക്തിയിൽ, ആത്മാവിൽ നിറയപ്പെട്ടത്. അവരാണ് ദൈവത്തിന്റെ സാക്ഷ്യമായി നിന്നത്. പ്രിയരെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? കർത്താവ് നമ്മളെ വീണ്ടെടുത്തു, കർത്താവ് നമ്മളോട് കരുണ ചെയ്തു. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ തുടർന്നുള്ള ജീവിതം കർത്താവിന്റെ തിരുഹൃദയത്തിനനുസൃതമായി ജീവിക്കേണ്ട. കർത്താവ് നമ്മെക്കുറിച്ച് ഒരു ലക്ഷ്യം, ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്, ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതിന് ഒരു ക്ലിയർ വിഷൻ, സ്പഷ്ടമായ കാഴ്ച അനിവാര്യമാണ്. പ്രകാശനം, ഇല്ലുമിനേഷൻ, അത് അനിവാര്യമാണ്. അതിങ്ങനെ ചിന്തിക്കരുത്, ഒറ്റ ദിവസം കൊണ്ട് ഈ പ്രകാശനം എല്ലാം ലഭിച്ച് നിറഞ്ഞ്, അങ്ങനെയല്ല. ഇത് തുടർമാനമായ ഒരു പ്രക്രിയയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട്, പ്രോഗ്രസീവായിട്ട് കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ആ അറിവിന്റെ അനുഭവത്തിൽ നമ്മുടെ ജീവിതം പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. സ്പഷ്ടമായിട്ട് കാണുക. പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞാൻ അടുത്തിടങ്ങളിലൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, കർത്താവേ, ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇങ്ങനെ ഒരു പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ദൈവം ഓൾറെഡി, കർത്താവിനെ അറിയാൻ വേണ്ടി. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രകാശിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിനെ കുറിച്ചുള്ള പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അല്പം കോംപ്ലക്സ് ആ വാക്യം, പക്ഷെ അതിന്റെ സംക്ഷിപ്ത ഇതാ, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. നമുക്ക് ദൈവത്തെ അറിയാം. യേശുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിനെ അറിയാൻ സാധിക്കും. അതല്ലേ പൗലോസ്ലീഹ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം നിമിത്തം ഞാനിത് ചപ്പും ചവറും എന്നെണ്ണുന്നു. നമുക്ക് ഒരുമിച്ച് ഈ വചനത്തോട് ചേർന്ന് കർത്താവിന്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ പാന്താവിൽ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ വെക്കാൻ
ഞങ്ങൾ ഇതിന്റെ തുടർന്ന് ഞങ്ങൾ മുൻപോട്ട് കർത്താവ് അനുവദിക്കുന്ന സമയം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്നും സ്പഷ്ടമായ ഒരു കാഴ്ചയിലേക്ക് വന്ന് കർത്താവിന്റെ തിരുഹൃദയത്തെ ഞങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് കർത്താവ് ഞങ്ങൾ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഒരു ലൈഫ് ലോങ് പ്രോസസ്സായത് ഒരു ഓവർനൈറ്റും കൊണ്ട് എല്ലാ പ്രകാശനവും ഒരുമിച്ച് നമ്മൾ മേടിച്ച് അങ്ങനെയുള്ളൊരു ലൈഫല്ല. ഇത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. നോയിങ് അവർ ഗോഡ്, തുടർമാനമായിട്ട് കർത്താവിനെ അറിയുക, നമ്മുടെ കർത്താവിനെ അറിയുക, നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തെ അറിയുക. നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ആ ദൈവത്തെക്കുറിച്ചുള്ള സ്പഷ്ടമായ കാഴ്ചപ്പാട്, ദൈവത്തിൽ നിന്നുള്ളതിനെ കുറിച്ചുള്ള സ്പഷ്ടമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ച് ആ കാഴ്ചപ്പാട് എപ്പോഴും ഒരു ദൈവശക്തി കൂടെ നമ്മിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ മനസ്സിലാക്കൽ. ആ ആത്മനിറവിൽ നമ്മുടെ മാനുഷികമായ കാഴ്ചപ്പാടിന് എതിരാണെങ്കിലും അതിനോട് നോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഇൻട്രസ്റ്റിന് യെസ് എന്ന് പറഞ്ഞ് ഈ ക്രിസ്ത്യ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇതൊരു പ്രാർത്ഥനാ വിഷയം കൂടെയാണ് ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യം. ഇതൊരു പ്രാർത്ഥനയായിട്ട് മാറട്ടെ. കർത്താവ് നമ്മളെല്ലാവരെയും ഈ വചനങ്ങളാൽ ഈ പ്രാർത്ഥനയിൽ നയിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ സ്പഷ്ടമായി അനുദിനം കർത്താവിനെ അടുത്തറിഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് വസിക്കുന്ന മനോഹരമായ ഒരു അനുഭവത്തിൽ ഈ ലോകത്തിൽ തുടരുവാൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു.